ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് കോൺഗ്രസ് നേടിയേക്കും എന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകൾ കാണുന്നു. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു സംശയത്തിലേക്ക് വിരൽ ചൂണ്ടാൻ പ്രതിപക്ഷത്തെ പ്രേരിപ്പിക്കുന്നത്. CPM ഇപ്പോൾ എണ്ണൽ പ്രക്രിയ മുഴുവൻ വീഡിയോയിൽ ചിത്രീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വരികയാണ്. ഈ പുതിയ ഡെവലപ്മെന്റ്സിനെ എങ്ങനെയാണ് കാണുന്നത് ഷാജി? ഇതിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിൻ്റെ ഇടയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പലവട്ടമായി പറഞ്ഞിട്ടുണ്ട്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, എല്ലാ തെരഞ്ഞെടുപ്പുകളെയും സ്ട്രീംലൈൻ ചെയ്തുകൊണ്ട് ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകണം. പക്ഷേ ഇന്നലെ രാത്രി നമ്മൾ കണ്ടത് എന്താണ്? അതിൻ്റെ വേറൊരു പരീക്ഷണമാണ് നടന്നത്. അതായത് ഒരു രാജ്യം ഒരു എക്സിറ്റ് പോള്. അതായത് ഒരു എക്സിറ്റ് പോള് ഒരു പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പല ചാനലുകളിലേക്ക് പോകുന്നു. ആ പല ചാനലുകൾ ചെറിയ ചെറിയ വേരിയേഷനിൽ കൂടെ ആ സംഭവം പുറത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു ഭരണകർത്താവ് അല്ലെങ്കിൽ ഭരണ സംവിധാനം തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു കക്ഷി അതിൻ്റെ ആഗ്രഹങ്ങളെ, അതിൻ്റെ താല്പര്യങ്ങളെ, അതിന് സ്വാധീനമുള്ള അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുന്ന കുറച്ച് ചാനലുകൾക്കായി വീതിച്ച് നൽകുന്നു. എന്നിട്ട് അവരെല്ലാം അവരുടേതായ കണ്ടുപിടുത്തമായി ഇത് കൊണ്ടുവരുന്നു. നമ്മൾ അങ്ങനെ ഒരു ചാനലിലേക്ക് നോക്കുമ്പോഴാണ് ഏതാണ്ട് 25 സീറ്റുകളുള്ള ആന്ധ്രാപ്രദേശിൽ 38 സീറ്റുകളിൽ BJP വിജയിക്കുമെന്നാണ് ചാനൽ പറയുന്നത്. ഇപ്പോൾ നേരത്തെ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതുപോലെ കേരളത്തിലെ LDFിൻ്റെയും BJPൻ്റെയും ഇടയിലുള്ള വോട്ടിൻ്റെ അനുപാതത്തിൽ 2% വ്യത്യാസമുണ്ടെന്നാണ് ഈ ചാനലുകൾ പലതും കണ്ടെത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ അബദ്ധം നിറഞ്ഞതും ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങളോട് ഒരു തരത്തിലും പൊരുത്തപ്പെടാത്തതുമായ കാര്യങ്ങളാണ് ഇന്നലെ രാത്രി മുതൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം യാദൃശ്ചികമായൊരു സംഭവമല്ല. കാരണം ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഇത് RSSൻ്റെ ആസ്ഥാനത്ത് നിന്നാണോ അല്ലെ BJPയുടെ അഖിലേന്ത്യാ ആസ്ഥാനത്ത് നിന്നാണോ അതോ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണോ എന്ന് മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തെ നിലവിലെ ഭരണകക്ഷി ഉപയോഗിച്ചിരുന്ന അങ്ങേയറ്റം അസത്യം നിറഞ്ഞതും അങ്ങേയറ്റം വർഗീയത ഉണ്ടാക്കുന്നതും അങ്ങേയറ്റം ജനങ്ങളെ തമ്മിൽ വിഭജിക്കുന്നതും അങ്ങേയറ്റം അസത്യം നിറഞ്ഞതുമായിട്ടുള്ള ഒരു പ്രചരണ തന്ത്രത്തിൻ്റെ ഒരവസാനത്തെ കേളികൊട്ടോ അവസാനത്തെ ഒരു ആഘോഷമോ ആയിട്ട് വേണം ഈ അഭിപ്രായ വോട്ടെടുപ്പുകളെ, ഈ എക്സിറ്റ് പോളുകളെ നമുക്ക് മനസ്സിലാക്കാൻ. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാരണം ഞാൻ യോജിക്കുന്നു. അതായത് നാളെ നടക്കുന്ന ഈ കൗണ്ടിങ്ങിൻ്റെ സമയത്ത് ഈ കൗണ്ടിങ് നടക്കുമ്പോൾ അതിൽ വരുന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധികളെ, അവിടെ സന്നിഹിതരാകുന്ന ആളുകളെ, അതിലെ ഉദ്യോഗസ്ഥരെ മുഴുവൻ ഇനി ഇവിടെ ഒരു എതിർപക്ഷം വരാൻ സാധ്യതയില്ല, ഇന്ത്യയിൽ എതിർസ്വരമില്ല, ഇനി BJP തന്നെ മുന്നോട്ട് വരും എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോൾ മാനസികമായി പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധികൾ തകരും. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഒരു മാനസികാവസ്ഥയും കേന്ദ്രത്തിൽ BJP വീണ്ടും വരുമെന്നൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള അവസാന നിമിഷത്തിൽ മാനിപ്പുലേഷന് ഒരു സാധ്യത ഉണ്ടാകും, അതിനുള്ള ഒരു വഴിവെക്കും എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകും. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ പ്രഗത്ഭരായ മാധ്യമപ്രവർത്തകർ, നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മോഡി അനുകൂലമായിട്ടുള്ള ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ ഈ രാജ്യത്തുണ്ട്. നമുക്കറിയുന്നത് പോലെ അദാനിയെ പോലെ അംബാനിയെ പോലുള്ള ആളുകൾ, ഒരുപാട് മൂലധന താല്പര്യങ്ങളുള്ള ആളുകൾ, അതുപോലെ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ, ഇവരുടെ എല്ലാം ഇപ്പോൾ മോഡി പിന്നോട്ടാണെന്ന് ഒരു എക്സിറ്റ് പോളിൽ വന്നു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ എല്ലാം ഓഹരി വിപണിയിലെ മൂല്യം കാര്യമായിട്ട് ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളെ തടഞ്ഞു നിർത്തുക, അവസാനം വരെ മോഡി എന്നൊരു അവസ്ഥ നിലനിർത്തി കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറെ കൂടി അവർക്ക് അനുകൂലമാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. എക്സിറ്റ് പോളിനെ പരിശോധിക്കുമ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സൈഡ് ഉണ്ട് എന്ന് സംശയിക്കുകയാണ് ഷാജി. എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ 4 മീഡിയ 1-നൊപ്പം.